ഹായ്, എന്താണ് വിശേഷം? സുഖല്ല എല്ലാവർക്കും? അപ്പൊ ഇത് നമ്മുടെ രണ്ടാമത്തെ വ്ളോഗാണ്. ഫസ്റ്റ് വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ പോയി കാണണം. നന്നായിരിക്കും എന്ന് വിശ്വസിക്കുന്നു, കാരണം നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്, കൊള്ളാം. ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെയും ഒരു ചെറിയ വ്ളോഗാണ്. വലിയ പ്ലാനിങ്ങും പരിപാടികളൊന്നും ഇല്ല. വ്ളോഗ് നന്നായി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു ട്രൈപോഡ് മേടിക്കണം. അതിനുശേഷം നാളെ നമുക്കൊരു ബർത്ത്ഡേ ഉണ്ട്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടന്റെ കൊച്ചിന്റെ 5ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ കൊച്ചിന് ചെറിയൊരു ഗിഫ്റ്റും കൂടെ മേടിക്കണം. അപ്പൊ ഇന്നത്തെ വ്ളോഗിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈപോഡ് ഗിഫ്റ്റ് വാങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഫ്രാങ്ക്ഫോർട്ടിലേക്ക് പോകണം. ഫ്രാങ്ക്ഫോർട്ടിൽ പോയിട്ട് വേണം നമുക്ക് ഈ ഗിഫ്റ്റും സാധനങ്ങളും മേടിക്കാനും പിന്നെ ട്രൈപോഡ് മേടിക്കാനും ഒക്കെ ആയിട്ട്. പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഞാൻ പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഇന്നത്തെ ദിവസം ഇവിടെ കിടിലൻ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 ഡിഗ്രി ചൂടാണ്. എന്റെ മുഖമൊക്കെ കണ്ടോ, ഈ വെയിലും ചൂടും കാരണം ആകെ മൊത്തം സീനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇവിടെ നിന്ന് ട്രാം കയറാനാണ് പോകുന്നത്. ഇതാണ് ട്രാം സ്റ്റേഷനിലേക്കുള്ള ഒരു വഴി. പക്ഷെ ഇവിടെയൊക്കെ സാധാരണ ഈ സമയങ്ങളിൽ ഒരു തണൽ ഉണ്ടാവേണ്ടതാണ്, പക്ഷെ തണലായിട്ടൊന്നുമില്ല, വെയിലായിട്ടാണ്. അപ്പോൾ ഇനി ട്രാം കയറി ഇവിടുന്ന് ഒരു 5 സ്റ്റോപ്പ് ട്രാം, അവിടെ നിന്ന് പിന്നെ എസ് ബാൻ എടുക്കണം. അതിനിട്ട് ഫ്രാങ്ക്ഫോർട്ട് സിറ്റി പോകണം. അവിടെയാണ് നമ്മുടെ ഈ ഷോപ്പ് ഉള്ളത്. ഞാനിപ്പോൾ മീഡിയ മാർക്കറ്റിൽ കയറണം, സാറ്റേണിൽ കയറണം, 2 സ്ഥലത്ത് നോക്കണം ഏത് ട്രൈപോഡാണ് നല്ലത്, നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഒന്ന് നോക്കണം. കാരണം ഇതിപ്പോഴും ഇങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കുന്നതുകൊണ്ട് നമുക്കിത് ഒരു സ്ഥലത്ത് വെച്ചിട്ടൊന്നും വ്ളോഗ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴും കയ്യിൽ തന്നെ പിടിക്കണം. അപ്പൊ അതുകൊണ്ട് കിടിലം വെയിലാട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു വ്ളോഗ് ചെയ്യാനുള്ള സാധനമാണ് മെയിനായിട്ട് ഞാൻ നോക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ ട്രാം സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ട്രാം സ്റ്റേഷൻ. നമുക്ക് ഈ സൈഡിൽ നിന്നാണ് പോണ്ടത്. അപ്പൊ ആ സൈഡിൽ നിന്ന് കറക്റ്റ് സമയത്ത് അവിടെ നിന്നൊരു ട്രാം വരുന്നുണ്ട്. നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് പോണ്ടത്. അപ്പോൾ നമ്മുടെ ട്രാം വരാനായിട്ടൊരു 13 മിനിറ്റ് ഉണ്ട്. ഈ 13 മിനിറ്റ് ഞാനാണെങ്കിൽ സമയം നോക്കാതെ ഇറങ്ങി. അപ്പൊ ഈ 13 മിനിറ്റ് ട്രാം വരാൻ സമയമുള്ളതുകൊണ്ട് ഇവിടെ ഇരിക്കേണ്ടി വരും. ആ സമയം കൊണ്ട് എന്തെങ്കിലും കഥ പറയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കഥയില്ല. പക്ഷെ ഉണ്ട്, ഞാൻ പറയാം എന്താന്നുള്ളത്. ഞാന് ഇവിടെ നിന്ന് ഇരുന്നൊന്ന് സെറ്റിൽ ആവട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി കഥകൾ പറയും, വിശേഷങ്ങൾ പറയാം. ശരിക്കും പറഞ്ഞാലേ, എനിക്ക് വ്ളോഗിങ്ങിനെ കുറിച്ചൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം 2020 വ്ളോഗിങ് തുടങ്ങിയതാണ്. പിന്നെ അതിനുശേഷം പിന്നെ പല കാരണങ്ങളാൽ അത് ബ്രേക്കായി, കൺസിസ്റ്റൻസി കുറവായി. അപ്പൊ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ജർമ്മനി വന്നു. ജർമ്മനിയിലെ ലൈഫ് സ്റ്റൈല്, ജീവിതം ഒരറ്റത്തുനിന്ന് ഒരറ്റം പിടിച്ചു മുട്ടിക്കാനുള്ള ഒരു പാട്. അപ്പൊ അതുകൊണ്ടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സ്റ്റോപ്പ് ചെയ്തൊരു പരിപാടിയായിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തു, നമ്മുടെ ആഗ്രഹങ്ങൾ എന്തുകൊണ്ട്, നമ്മുടെ സ്വപ്നങ്ങൾ എന്തുകൊണ്ട് ഫോളോ ചെയ്തുകൂടാ, എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ 2ാമത് വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. കാരണം ഈ പുറത്ത് നടന്നുകൊണ്ട് വ്ളോഗ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ്, സംസാരം, അതൊരു ചെറിയൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് അത് അറിയില്ല എനിക്ക്. പക്ഷെ എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഡിലേ ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. കാരണം ഫസ്റ്റ് വീഡിയോ ചെയ്തു, അപ്പൊ അതിലെല്ലാവരും എന്നോട് പറഞ്ഞു കുറെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പൊ 2ാമത്തെ വീഡിയോ ഇതാണ്. അപ്പൊ ഞാൻ എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഞാൻ സംസാരിക്കും തോറും ഡെവലപ്പ് ആവും എന്നാണ് ഞാൻ എന്നിൽ തന്നെ വിശ്വസിക്കുന്ന ഒരു കാര്യം. അപ്പോ അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട് വ്ളോഗിങ്ങിൽ എന്നുള്ളത് എനിക്ക് കുറെ പേര് പറഞ്ഞു തന്നുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. എന്തായാലും ഇനി അങ്ങോട്ടൊരു കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മുടെ സമയം, ജോലി, ഷിഫ്റ്റ്, കാര്യങ്ങൾ എല്ലാം കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താവും അവസ്ഥ എന്നൊന്നും അറിയില്ല. പക്ഷെ നിങ്ങൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കിത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും, ഒരു കോൺഫിഡൻസ് കിട്ടും. കാരണം ഫസ്റ്റ് വീഡിയോന് കിട്ടിയ വ്യൂസ് ഒറ്റൊരു കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു 3 വർഷത്തെ ജർമ്മനിയിലെ ജീവിതം. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും അത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫസ്റ്റ് വീഡിയോനകത്ത് ഞാൻ പറഞ്ഞ പോലെ ജർമ്മനിയിലുള്ള എല്ലാ മെയിൻ സെൻട്രൽ സ്റ്റേഷനുകളും എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വ്ളോഗ്സ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്ലാനിലുണ്ട് നമ്മുടെ. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാം വരാൻ 10 മിനിറ്റ് ഉണ്ട്. ആ 10 മിനിറ്റില് ഞാൻ എൻ്റെ ഒരു ഷോർട്ടാക്കി ഒരു കുഞ്ഞേ കാര്യം പറഞ്ഞു എന്നുള്ളൂ. ബാക്കി ട്രാം വന്ന് നമുക്ക് തുടർന്ന് അങ്ങോട്ട് ഇവിടെ ഫ്രാങ്ക്ഫോർട്ട് പോയിട്ടുള്ള കുറച്ച് പരിപാടികളും ഷോപ്പിങ്ങും പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാം.
കറക്റ്റ് സമയം കണ്ടോ, നമുക്ക് പോകാനുള്ള ട്രാം ദൂരേന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ട്രാമിൽ കയറിയിട്ടാണ് പോകേണ്ടത്. നമുക്ക് ഇതിനകത്ത് ഈ 3:09 വണ്ടി ഹാനോ ബാനോ ഇതിനകത്താണ് നമുക്ക് പോകേണ്ടത്. ഇതിനകത്തും പോവാം. അതിന്റെ തൊട്ട് മേളിലൊരു വണ്ടിയും കൂടെ ഉണ്ട്. പ്ലാറ്റ്ഫോം 1 ഫ്രാങ്ക്ഫർട്ട് ബാനോഫ് കണ്ടോ, അതിനകത്ത് പോവാം. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫ്രാങ്ക്ഫർട്ട് ബാനോഫ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സ്റ്റോപ്പാണ് നമ്മുടെ മീഡിയ മാർട്ടിലേക്ക് ഉള്ളത്. അപ്പൊ അങ്ങോട്ട് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ബാനോഫ് വരെയുള്ള വണ്ടി. അപ്പൊ നമുക്ക് 3:09 വണ്ടി പ്ലാറ്റ്ഫോം 3 അപ്പൊ അതിനകത്ത് കയറാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയിട്ട് എന്താണെന്ന് പരിപാടി നോക്കാം. ഇവിടെ വേറെ കണ്ടോ, ഇവിടെയുള്ള എല്ലാ ട്രെയിനുകളുടെയും പരിപാടികളുണ്ട് ഇതിനകത്ത് കണ്ടോ. എത്ര സമയത്ത് ഏതൊക്കെ വണ്ടികൾ വരും എന്നുള്ളത്. ചില സമയങ്ങളിൽ ഇവര് പഞ്ചൂലായിരിക്കും കാര്യങ്ങൾ, ചില സമയങ്ങളിൽ ഇവര് തോന്നിയ പോലെ ആയിരിക്കും കാര്യങ്ങൾ. അതുകൊണ്ട് ഇവരുടെ കാര്യങ്ങളൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പോകുന്ന വണ്ടി വരെ ഡിലേ ആയിട്ട് വരും. യുണൈറ്റഡിന്റെ ഫ്ലൈറ്റ് ആണ് പോകുന്നത്. യുണൈറ്റഡ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ടൊക്കെ ഒരു ഇതുണ്ട്, ഇത്ര ദൂരെ എന്നുള്ള വിഷ്വലാണ് ഞാൻ എടുത്തത്. കിടിലല്ലേ. അതെടുത്തതിന്റെ സമയം കൊണ്ട് തന്നെ നമുക്ക് പോകാനുള്ള വണ്ടി വന്നു. ഇനിയിപ്പോ ഇതിനകത്ത് തിരക്കുണ്ടോന്ന് അറിയില്ല. തിരക്കുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ. അപ്പോ തിരക്കുണ്ട്. അപ്പൊ ഇനി ഞാൻ അവിടെ എത്തി അവിടെ ഇറങ്ങിയതിന് ശേഷം കാണിച്ചു തരാം. അവിടെ തിരക്കുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും നമ്മൾ വ്ളോഗ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എത്തിയതിനു ശേഷം ബാക്കി പരിപാടി സെറ്റ്. അങ്ങനെ നമ്മളിവിടെ ഔട്ട് വാഹെ ഇതാന്ന് തോന്നുന്നു, കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് തോന്നുന്നു. ആ സ്ഥലത്ത് എത്തിയേക്കാണ്. ഒരു സിറ്റി സെന്റർ പോലെ ഒരു സ്ഥലമാണ്, മെയിൻ സിറ്റിയാണ്. ഭയങ്കര ക്രൗഡാണ് ഇവിടെ. ഞാൻ കാണിച്ചു തരാം കണ്ടോ. ഇനി ഇതിനകത്ത് കൂടെ ഈ വഴി നമുക്ക് നേരെ പോകണം അങ്ങോട്ട്. അപ്പോ അവിടെയാണ് ഈ മീഡിയ മാർട്ട് ഉള്ളത്. ഇനിയിപ്പോ അവിടെ പോയതിനു ശേഷം പോകുന്ന വഴിക്ക് ഓരോന്ന് കാണിക്കാം. കാരണം ഈ ആൾക്കാരുള്ളതുകൊണ്ട് ചില ആൾക്കാർ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നം പറയാറുണ്ട്. എനിക്ക് ആ ഒരു പേടിയും കൂടി ഉണ്ട്, അതുകൊണ്ടാട്ടോ. ഈ വ്യൂ കണ്ടോ, ഒരു കിഡിലോസ്കി വ്യൂ ആണ് ഇത് കണ്ടോ. ഈ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോ ഈ ബിൽഡിങ്ങുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണല്ലോ, രാത്രി ഇതിനകത്തോടെ നടക്കുമ്പോ കിട്ടുന്ന ഒരു വിഷ്വൽ ഉണ്ടല്ലോ, അതൊരു കിഡിലനാണ്. ലൈറ്റ് ഒക്കെ വരുമ്പോ ഞാന് ഇന്ന് രാത്രി എടുക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് എടുക്കാം. കിഡിലോസ്കി വ്യൂ കണ്ടോ. ഞാൻ നിങ്ങൾക്ക് ഈ ബിൽഡിങ്ങിന്റെ ഒരു കൺസ്ട്രക്ഷൻ കാണിച്ചു തരാം. അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളോട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടൊന്ന് പറയാം കേട്ടോ. ഇത് കണ്ടോ ഈ ഗ്ലാസ്, ഇത് മേളിലോട്ട് പോകുന്തോറും വലുതായി വരും. ഇത് താഴോട്ട് പോകുന്തോറും കണ്ടോ ഒരു പോയിന്റ് ഇതിങ്ങനെ വരും കണ്ടോ. ഒരു കിടിലൻ സെറ്റപ്പില് കണ്ടോ സാധനം സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇതിന്റെ 4ാമത്തെ ഫ്ലോറിലാണ് തോന്നുന്നു മീഡിയ മാർട്ട്. കുറച്ച് കഷ്ടപ്പെട്ട് ഞാൻ കണ്ടുപിടിക്കാനായിട്ട് മീഡിയ മാർട്ട്. ഇനി നമുക്ക് ഇവിടെ പോയതിന് ശേഷം ട്രൈപോഡും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഞാനിവിടെ ട്രൈപോഡ് നോക്കിയപ്പോ നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് ട്രൈപോഡ് ഞാൻ കണ്ടില്ല. ഒന്നുകൂടെ നോക്കണം. പക്ഷെ ഞാനിവിടെ കുറച്ച് ഡ്രോണും ക്യാമറകളും കണ്ടു. ഞാൻ എന്ത് കാണിച്ചു തരാം അതിന്റെ റേറ്റും പരിപാടികളൊക്കെ. ഇത് കണ്ടോ, ഈ ഒരു ഡ്രോൺ കണ്ടോ, ഈ ഒരു ഡ്രോണിന്റെ വില കണ്ടോ. ഇതാണ് ഈ ഡ്രോണിന്റെ റേറ്റ്. ഈ ഡ്രോണിന്റെ റേറ്റ് ഇത് കണ്ടോ. ഇതൊരു കിടിലൻ സാധനം തോന്നണം എനിക്ക്. കണ്ടോ, നാട്ടിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്താണ് ഈ ഡ്രോണിന്റെ ഒക്കെ വില. എന്താ അല്ലേ സാധനങ്ങളുടെ ഒക്കെ ഒരു വില. ഞാനിപ്പോ ട്രൈപോഡ് നോക്കിയപ്പോൾ ഞാൻ കണ്ട ട്രൈപോഡ് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അതെനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ഒരു ടൈപ്പ് ഇല്ല അവിടെ. ഞാൻ കുറച്ച് ചെറുതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഉള്ളത് കണ്ടോ, ഇത്ര വലിയ ട്രൈപോഡുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ എനിക്ക് ഇത്ര വലുതിന്റെ ആവശ്യമില്ല. കാരണം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ യാത്രകൾ ഉണ്ടായിരിക്കും, അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് സ്റ്റാൻഡിൽ വെച്ച് വ്ളോഗ് ചെയ്യണം. പക്ഷെ ഇത്രയും വലുതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ, ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാനത് കാണിച്ചു തരാം ഏതെടുത്തെന്നുള്ളത്. കുറെ ടൈപ്പ് ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ ഇവിടെ സാധനം ഉണ്ടെന്നാണ് കാണിച്ചത്. പക്ഷെ എല്ലാം ഈ ഒരു മോഡലാണ് ഉള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ വലിയൊരു ഷോപ്പാണ്.
എല്ലാ രീതിക്കുള്ള ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ് ആക്സസറീസ് എല്ലാം ഉണ്ട്. ലാപ്ടോപ്പ് മുതൽ വാഷിംഗ് മെഷീൻ തൊട്ട് സകലമായ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പൊ ഞാനൊന്ന് നോക്കി നോക്കട്ടെ ഇതിനകത്ത് നമുക്ക് പറ്റിയൊരു സാധനം കിട്ടുമോ എന്നുള്ളത്. ഞാനേ ഒരു സാധനം കാണിച്ചു തരാം. എനിക്കത് മേടിക്കുന്നത് ഭയങ്കര ആഗ്രഹമുള്ള ഒരു സാധനമാണ് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് നമ്മുടെ വ്ളോഗും പരിപാടികളൊക്കെ സെറ്റ് ആവുകയാണെങ്കിൽ ഞാൻ വാങ്ങിക്കാന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഈ ക്യാമറ ഇല്ലേ, ഏതാണ് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ DJIയുടെ ഓസ്മോ പോക്കറ്റ് എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഒരു ആക്ഷൻ ക്യാമറയാണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് ഒരു 500 യൂറോ, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു നാട്ടിലൊരു 50,000 രൂപ വരുന്നതാണ്. പക്ഷെ നമ്മുടെ ചാനലൊക്കെ അടിപൊളിയായി സെറ്റ് ആയി കഴിഞ്ഞാൽ എന്തായാലും സാധനം മേടിക്കും. ഭയങ്കര ഉപകാരമായിരിക്കും എന്ന് തോന്നുന്നു ആ സാധനം ഉണ്ടെങ്കിൽ. നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടും എനർജി ഉണ്ടെങ്കിലാണ് എന്റെ ആഗ്രഹം എനിക്കത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ ഭാഗത്ത് വരുമ്പോ നമ്മുടെ ഗോപ്രോന്റെ കുറെ വേരിയേഷൻ ഉള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ സ്മാർട്ട് ഫോൺസ് എല്ലാം ഉണ്ട്. ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം കുറെ കിടന്ന് കറങ്ങി കാണാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട് ഇതിന്റെ ഉള്ളില്. ഞാൻ നോക്കട്ടെ. ഇവിടെ കണ്ട ക്യാമറയുടെ സെക്ഷൻസ് ആണ് ഇവിടെ കണ്ട ഹെഡ്ഫോൺസ്, പല രീതിയിലുള്ള ഹെഡ്ഫോൺസ് ഉണ്ട് ഇവിടെ. കണ്ടോ, ഹുവായ് എനിക്കറിയില്ല എന്താ കറക്റ്റ് പറയാന്നുള്ളത്. പിന്നെ കണ്ടോ പല രീതിയിലുള്ള ഹെഡ്ഫോൺസ്. ഈ സൈഡില് സ്പീക്കറുകൾ കണ്ടോ, ഇത് മാർഷലിന്റെ സ്പീക്കറൊക്കെ ഇരിക്കുന്ന കണ്ടോ, പല ടൈപ്പ് ഉള്ളത്. ഇതിന് 30,000 രൂപയുടെ അടുത്ത് വരുന്നതാണ് ഇത്. പിന്നെ ഇതിനും ഏകദേശം 30,000 രൂപയുടെ അടുത്തും 20,000 25,000 റേറ്റ് വരുന്ന സ്പീക്കറുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും സാംസങ്ങിന്റെ TV അങ്ങനെയുള്ള ഒരുപാട് സെറ്റപ്പുകളുണ്ട്. ഈ TV എന്റെ പൊന്നെ കിടിലൻ TV. ഇത് ഏതിന്റെ ബ്രാൻഡെന്ന് എനിക്കറിയില്ല. ഇവിടെ വേറൊരു TV എന്റെ പൊന്നോ, മുമ്പോ എന്താ വലുപ്പം. ഇത് കണ്ടോ, ദൈവമേ 3 ലക്ഷം രൂപയുള്ളൂ. ഈ ടിവിയുടെ വിലയാണ് 3 ലക്ഷം രൂപയുടെ TV. ആരൊക്കെ മേടിക്കാണോ? പൈസക്കാരൊക്കെ മേടിക്കായിരിക്കും തോന്നുന്നു ഇങ്ങനത്തെ TV ഒക്കെ. കണ്ടോ, സീനല്ലേ. ഇതാണ് കേട്ടോ ഷോപ്പിന്റെ ഫുൾ വ്യൂ. ഈ ഭാഗത്തോട്ട് വരുമ്പോ കണ്ടോ വാഷിംഗ് മെഷീന്റെ ഒരു വലിയൊരു ശേഖരം. കണ്ടോ, കിടിലൻ വാഷിംഗ് മെഷീൻസ് ആണ് ഇവിടെ ഉള്ളത്. ഞാൻ കട പ്രൊമോഷനൊന്നുമില്ല. ഇത് കണ്ടോ, 2 ലക്ഷം രൂപ. എന്തുമാത്രം സെറ്റപ്പാണ് ഇതിനകത്തുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് ഫ്രിഡ്ജ്, 2 ലക്ഷം രൂപയുടെ ഫ്രിഡ്ജ്. പല സൈസിലുണ്ട്. ഇത് 1 ലക്ഷം രൂപ വരും. ഓഹോ, ഇത് കണ്ടോ, 2 ലക്ഷം രൂപയുടെ ഫ്രിഡ്ജിന് 1 ലക്ഷം രൂപ ഡിസ്കൗണ്ട് കുറച്ച്. ഓഹോ, 1,20,000 രൂപ ആയിരിക്കും മൊത്തം ബില്ലടിക്ക് വരുമ്പോ ഈ ഫ്രിഡ്ജിന്. എന്റെ പൊന്നിതേ ഇവിടെ 2,28,000 രൂപ, അല്ല 2,88,000 കേട്ടോ. ഇതൊക്കെ എന്തിനാണ് ഇത്രയും വലിയ പൈസയുടെ ഫ്രിഡ്ജ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതുകൊണ്ടൊക്കെ എന്തോ ഉപയോഗം. കുറച്ച് തണുത്തോളം കുടിക്കണം, കുറച്ച് മീറ്റ് സ്റ്റോർ ചെയ്യണം, എന്നാലും ഇത്രയും റേറ്റ്. കിടിലൻ തന്നെ, കിടിലൻ, ഒന്നും പറയല്ലോ. വാഷിംഗ് മെഷീൻ 1 ലക്ഷം, ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുത്ത് വില വരുന്നൊരു വാഷിംഗ് മെഷീൻ ആണ് കേട്ടോ. എന്തൊക്കെ കാണണം നമ്മൾ സാധാരണക്കാർ ഈ വഴിക്ക് വരാതിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്കുള്ള സൈഡൊക്കെ അപ്പുറത്തെ സൈഡ്, അങ്ങോട്ട് പോവാം. നമ്മളെ നോക്കി വന്ന ട്രൈപോഡ് കിട്ടിയിട്ട് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. കാരണം ഈ ഓൺലൈൻ വല്ലതുണ്ടോ നോക്കാം. നമുക്ക് ഓൺലൈനിൽ മേടിക്കാം. ഈ കിച്ചണിലെ ഗിഫ്റ്റ് കിട്ടുമോ നോക്കിട്ട് അതിലൂടെ പോയിട്ട് നമുക്ക് കിച്ചണിലെ ഗിഫ്റ്റ് സാധനങ്ങൾ മേടിക്കാം. നമുക്ക് ഇവിടെ നിന്ന് കണ്ടോ U1 എടുക്കണം. ഇവിടെ നിന്ന് U1 എടുത്തിട്ട് അടുത്ത രൂപൻ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് U1 എടുത്തതിന് ശേഷം വേണം നമുക്ക് ഇവിടെ നിന്ന് അടുത്ത വണ്ടി പിടിക്കണം. എന്നാലാണ് നമുക്ക് ആ കൊച്ചിനുള്ള ഗിഫ്റ്റ് മേടിക്കാനുള്ള സ്ഥലത്തേക്ക് എത്തുള്ളൂ. ഇതിപ്പോ ഏതോ സ്ഥലം മനസ്സിലാവണല്ലോ. ഓക്കെ, ഇതിലായിരിക്കും തോന്നുന്നു. ഓക്കെ, ഇതിൽ നമുക്ക് ഇറങ്ങി പോയി നോക്കി നോക്കാം. വണ്ടി മിസ്സായി, നമ്മുടെ വണ്ടി മിസ്സായി. ഇനിയിപ്പോ അടുത്ത വണ്ടി ഇനി ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത വണ്ടി ഉള്ളത്. അപ്പൊ ആണല്ലോ ഇനി 2 മിനിറ്റ്. ആദ്യത്തെ വണ്ടി മിസ്സായി. ഇനിയിപ്പോ ഈ വണ്ടി കിട്ടുമോ നോക്കാം. ഇനി ഇത് ഡിലേ ആയില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് സമയത്ത് പോയിട്ട് വരാം.
അങ്ങനെ നമ്മൾ ഗിഫ്റ്റിന്റെ ഷോപ്പിലെത്തി. ഇനി മെയിൻ ടാസ്ക് എന്ത് ഗിഫ്റ്റ് മേടിക്കും, കാരണം കുറെ ഉള്ളതുകൊണ്ട് കൺഫ്യൂഷനാണ്. അപ്പോൾ എന്ത് ഗിഫ്റ്റാണ് കൊച്ചിന് മേടിക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത ടാസ്ക്. കണ്ടോ, ഇത് ഒരു വലിയൊരു ഷോപ്പാണ്. കണ്ടോ, ടോയ്സ് ഉണ്ട്. കണ്ടോ, ഈ ഒരു സെക്ഷൻ കണ്ടില്ലേ, ഇവിടെ നിന്ന് ഒരു ടോയ് മേടിക്കണം. അതാണ് എൻ്റെ ഇന്നത്തെ ടാസ്ക്. അപ്പോൾ ഞാൻ എൻ്റെ ടോയ്സ് നോക്കട്ടെ. ഞാനിങ്ങനെ കുറേ ഇങ്ങനെ നോക്കി നടക്കും നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ എനിക്ക് വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ എന്താണ് എടുത്തതെന്നുള്ളത്. ഇവിടെ ഉണ്ട് കുറേ ടോയ്സ്. അപ്പോൾ എന്ത് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചിന് ഇഷ്ടപ്പെടും എന്നുള്ളൊരു ആലോചനയിലാണ് ഞാനൊന്ന് കറങ്ങി തിരിഞ്ഞൊന്ന് നോക്കട്ടെ ഇവിടെ എന്ത് കിട്ടും എന്നുള്ളത്. പെങ്കൊച്ചായതുകൊണ്ട് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ എന്ത് മേടിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും ഒന്ന് നോക്കിയിട്ട് വരാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ മേടിച്ചെന്നുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ സമയം എടുത്തു ഗിഫ്റ്റ് മേടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ മേടിച്ചത് ഇതാണ്. ഇങ്ങനെ കാണിച്ചു തരാം. ഈ ബാഗ് കണ്ടോ, ഈ ഒരു ബാഗാണ് ഞാൻ കൊച്ചിന് മേടിച്ചത്. ഈ ബാഗിൻ്റെ കൂടെ പിന്നെ ഞാനൊരു സാധനം മേടിച്ചത് ഇത് കണ്ടോ, സ്ലൈഡും പിന്നെ തലയിലിടുന്ന ബാൻഡ് പരിപാടികളൊക്കെ. അപ്പം ഞാൻ ടോയ്സ് മേടിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ കൊച്ചു 5 വയസ്സുള്ള കൊച്ചായതുകൊണ്ടേ ടോയ്സ് ഒക്കെ മേടിച്ച് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അപ്പോൾ ബാഗൊക്കെ ആകുമ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കിൻഡർ ഗാർഡനിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാമല്ലോ, പിന്നെ സ്ലൈഡ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ചത് കൊച്ചിനുള്ളത്. ഇനി ഞാൻ താഴെ പോയിട്ട് ബില്ലടിച്ചിട്ട് വരാം. പിന്നെ ബില്ലടിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. നമ്മൾ ബില്ലടിച്ചിറങ്ങി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് എന്തെങ്കിലും കുടിക്കാൻ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി വന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു ഷെയ്ക്ക് എടുത്ത് മേടിക്കണം. അപ്പം ഞാനിങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ്. നമ്മൾ പറയും കുറേ സാധനങ്ങൾ കാണുമ്പോൾ ഏതെടുക്കണം എന്ന് നമ്മളാകെ മൊത്തം കിളി പോയ പോലെയൊക്കെ. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ കിളി പോയി നിൽക്കുകയാണ്. ഇതിനകത്ത് നിന്ന് ഏത് ഷെയ്ക്ക് എടുക്കുന്ന ഒരു ആലോചനയിലാണ് ഞാൻ. ഇത് ഏതാ ഫ്ലേവർ, കാരമൽ ഫ്ലേവർ ഉണ്ട്, പിന്നെ ഇത് പിസ്തയാണ്, പിന്നെ സ്ട്രോബെറി ഉണ്ട്, പിന്നെ ഇതെന്താ, ഇത് ഏതൊരു കേക്കിൻ്റെ ഫ്ലേവറാണ്. പക്ഷെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കാം. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. വേറെ പ്രത്യേകിച്ച് ഒന്നും മേടിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വിശക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും മേടിക്കാൻ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടെ മേടിച്ച് കഴിച്ചിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഇന്നത്തെ നമ്മുടെ വ്ളോഗും പരിപാടി ഇവിടെ തീരാണ്. ഇനി എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, സീ യു, ടാറ്റ. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിരിക്കുക. ഓക്കെ, ബൈ ബൈ.